കോഴിക്കോട് കോർപ്പറേഷൻ EMS സ്റ്റേഡിയത്തിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് 2024-2025 സീസണിലെ മാച്ച് നമ്പർ 43 കോവളം FC നേരിടുന്നു ഗോൾഡൻ ത്രെഡ്സ് FCയെ. ഗോൾഡൻ ത്രെഡ്സ് FCയുടെ ടച്ചോടുകൂടി ഇന്നത്തെ ഈ മത്സരം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഈ മത്സരം വിജയിക്കാനാണ് ഇരു ടീമുകളുടെയും ശ്രമം എന്ന് പറയുന്നത്. പോയിന്റ് ടേബിൾ കാര്യമായ മുന്നേറ്റം നടത്തണമെങ്കിൽ ഇരു ടീമുകൾക്കും വിജയം അനിവാര്യമാണ്. എൻ്റെ സ്റ്റെവിൻ ഒരു കട്ട് പാസ് കൊടുക്കാനുള്ള ശ്രമമാണ് അവിടെ. നല്ലൊരു ബോളാണ് ഇത്തവണ. ഗോൾഡൻ ത്രെഡ്സ് FCയുടെ ഫൈനലി ഗോൾ വലയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അവിടെ ജേഴ്സി നമ്പർ 36 ഗോൾഡൻ ത്രെഡ്സ് FCയുടെ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ നല്ല വൺ ടച്ച് കളിച്ച് ഒരു ബ്യൂട്ടിഫുൾ ഗോൾ കണ്ടെത്താനുള്ള ശ്രമം. ഗോൾ കീപ്പറുടെ സേവ് ആണ്. ആൻഡ് ഒരു ബൈസൈക്കിൾ കിക്ക് എടുക്കാനുള്ള ശ്രമവും. ആൻഡ് വിഷ്ണു ഗോൾ ലൈൻ സേവ് ആണ് അവിടെ കോവളം FCയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഒരു ബൈസൈക്കിൾ കിക്കും നമുക്ക് കാണാൻ സാധിച്ചു അനസിന്റെ. അതിനുശേഷമാണ് വിഷ്ണു ഒരു ഷോട്ട് എടുക്കുന്നത്. ജേഴ്സി നമ്പർ 16 ജിതു കെയോബിയുടെ ഒരു ഗോൾ ലൈൻ സേവ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചതും അപകടം ഒഴിവാക്കുകയാണ്. വീണ്ടും പന്ത് പിടിച്ചെടുത്തുകൊണ്ട് മുന്നേറുകയാണ് ഗോൾഡൻ ത്രെഡ്സ് FC. ആൻഡ് ഗോൾഡൻ ത്രെഡ്സ് FCയുടെ പവർഫുൾ ഷോട്ട് ആൻഡ് ഗോൾ നമ്പർ 1 ഗോൾഡൻ ത്രെഡ്സ് FC മത്സരത്തിന്റെ 27ാമത്തെ മിനിറ്റിൽ ആദ്യത്തെ ഗോൾ കണ്ടെത്തുകയാണ് അവിടെ. ഗോൾഡൻ ത്രെഡ്സ് FC ഒരു പവർഫുൾ ഷോട്ടിലൂടെ ജേക്കബിനും പന്ത് റിസീവ് ചെയ്യാൻ സാധിക്കുന്നില്ല. കോവളം FCയുടെ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇടതുവെങ്കിൽ കൂടി കോവളം FCയുടെ മുന്നേറ്റം നല്ല ഫാസ്റ്റ് മൂവ്മെന്റ് ആണ്. ഒരു പെനാൽറ്റിക്കുള്ള അപ്പീൽ അവിടെ ഉണ്ട്, പക്ഷെ സാധിക്കുന്നുണ്ട്. ഷാഹിറിനെയാണ് അവിടെ സ്ലൈഡിംഗ് ടാക്കിൾ ചെയ്യുന്നത്. ജേഴ്സി നമ്പർ 3 നന്ദു രാജേഷ് ആണ് ഈ ഒരു സമയത്ത് ബാക്കിലോട്ടാണ് പന്ത് റിസീവ് ചെയ്യാൻ നൽകിയതും. പക്ഷെ അതിനു മുൻപ് തന്നെ റഫറിയുടെ 1ാം പാദ വിസിൽ വന്നിരിക്കുകയാണ്. ഗോൾ കണ്ടെത്തിയത്. ആൻഡ് ഹാഫ് ടൈം സ്കോർ ഗോൾഡൻ ത്രെഡ്സ് FC 1 കോവളം FC 0. കോവളം FCയുടെ ടച്ചോടുകൂടി 2ാം പകുതി ആരംഭിക്കുകയാണ്. ഏറ്റവും നല്ലൊരു ക്രോസ് വരികയാണ്. പെനാൽറ്റി ഏരിയയ്ക്ക് സമീപത്തായി ഗോൾ കീപ്പർ മുന്നിലോട്ട് വന്ന് ക്ലിയറൻസ് അവിടെ നടത്തുകയാണ്. അതിന് കൃത്യമായ ശിക്ഷയും ലഭിക്കുന്ന ഒരു ഫൗളിന്റെ പേരിൽ. ഗോൾ കീപ്പർ ഇപ്പോഴും പരിക്ക് പറ്റി കിടക്കുകയാണ്. നമുക്ക് മനോജിന്റെ നല്ലൊരു ഓവർഹെഡ് ബോൾ ആയിരുന്നു ഇത്തവണ നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു ബൈസൈക്കിൾ ഷോട്ട് എടുക്കാനുള്ള ശ്രമമായിരുന്നു അവിടെ. അക്ഷയ് നല്ല പന്തടക്കമുള്ള താരം കൂടിയാണ് അക്ഷയ്. പെനട്രേഷൻ പാസ് ആണ് അക്ഷയുടെ. നേരെ ഷാഫിയിലേക്ക്. ഷാഫി. സോ അക്ഷയുടെ പാസിന് എന്തായിരുന്നാലും 100 മാർക്ക് നൽകാൻ നോക്കുക. നല്ല ബ്യൂട്ടിഫുൾ പെനട്രേഷൻ പാസ് ആണ് അവിടെ ഷാഫിയിലേക്ക് എത്തിച്ചത്. സോ വലയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല ഷാഫിക്ക്, ഇല്ലാതില്ല. പക്ഷെ അതിനു മുൻപ് തന്നെ റഫറിയുടെ ഫൈനൽ വിസിലും വന്നിരിക്കുന്നു. എതിരില്ലാത്ത ഒരു ഗോളിന് ഗോൾഡൻ ത്രെഡ്സ് FC ഈ മത്സരം വിജയിച്ചിരിക്കുന്നു കോവളം FCക്കെതിരെ. ഇരു ടീമുകൾ. ആൻഡ് ഫുൾ ടൈം സ്കോർ ഗോൾഡൻ ത്രെഡ്സ് FC 1 കോവളം FC 0.